ഹായ് കിഡ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് പാർട്ട് 4. ലെറ്റ്സ് സ്റ്റാർട്ട്. നെക്സ്റ്റ് പേജ്. ലാസ്റ്റ് പേജിൽ പറഞ്ഞതുപോലെ ആസിഡ്സിന് സവർ ടേസ്റ്റ് ഉണ്ട്, ദെൻ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്, പി എച്ച് ഈസ് ബിലോ 7. പി എച്ച് മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് hydrogen. Hydrogen potential is below 7, then reacts with metal to produce hydrogen. These are the properties of what? Acids. Then you have understood that acids reacts with metals. നമുക്ക് മനസ്സിലായി ആസിഡ്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന്. Based on this, can you explain the reason for the following situations? അത് ബേസ് ചെയ്തിട്ട് ഈ എന്താണ് ഈ താഴെ കാണിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ് ടു സ്റ്റോർ പിക്കിൾസ്. വൈ? മെറ്റൽ കണ്ടെയ്നേഴ്സിൽ പിക്കിൾസ് സ്റ്റോർ ചെയ്യാനായിട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടെന്നാൽ മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ട്? ആസിഡ്. പിക്കിളിൽ എവിടെ നിന്നാണ് ആസിഡ്? വിനീഗർ. ഈ വാട്ട് പിക്കിൾ ചീത്താവാതിരിക്കാനായിട്ട് കുറച്ചു കാലം ഇരിക്കാനായിട്ട് അതിൽ വിനീഗർ ആഡ് ചെയ്യുന്നു. ആ വിനീഗർ എന്താണ്? ആസിഡാണ്. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് പിക്കിൾ അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഭയങ്കരമായിട്ട് തുറക്കുമ്പോഴോ ഭയങ്കരമായിട്ട് ഗ്യാസ് ഇങ്ങനെ പൊട്ടിത്തെറി പോലെ വരാനും ചാൻസ് ഉണ്ട്. Then earthen vessels are commonly used to cook dishes with curd and buttermilk. Earthen vessels means what? മൺപാത്രങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ മൺപാത്രങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ. ഈ കേർഡ്, ബട്ടർ മിൽക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ എന്താണ്? തൈര് അല്ലേ. തൈര് എന്ന് പറയുന്നത് ആസിഡാണ്. അതൊരു മെറ്റൽ കണ്ടെയ്നറിൽ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് സെയിം തിങ്, ആസിഡ്സ് റിയാക്ട്സ് വിത്ത് മെറ്റൽ. ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് ആസിഡ്സ്? ആസിഡ്സിൻ്റെ യൂസസ് എന്തെല്ലാമാണ്? You know that vinegar is acidic in nature. വിനീഗർ അസിഡിക് നേച്ചറാണെന്ന് നമുക്കറിയാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് വിനീഗർ അറ്റ് ഹോം? വിനീഗർ മറ്റെന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഫസ്റ്റ് അവർ തന്നിട്ടുണ്ട് ഇൻ പിക്കിൾസ്. ദാറ്റ് വി ഓൾ നോ അല്ലേ. പിക്കിളിൽ വിനീഗർ ആഡ് ചെയ്യുന്നു. എന്തിനാണ്? ദീർഘകാലം കേട് വരാതിരിക്കാനായിട്ട്. പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? ഇൻ കുക്കിംഗ്, കുക്ക് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ്? ആസ് ക്ലീനിങ് ഏജൻറ്റ്, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നു. പിന്നെ ആസ് വീഡ് കില്ലർ, കളനാശിനിയായിട്ടെല്ലാം വിനീഗർ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, യു ഓൾറെഡി നോ ദ യൂസ് ഓഫ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ല. ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ ഇതിൽ ലാറ്റക്സ് അല്ലേ, അത് കട്ട് ചെയ്യാവാനായിട്ട്, ഫോർ തിക്കനിങ് ലാറ്റക്സ്. അത് ഈ തന്നെ എഴുതിയിട്ടുണ്ട് താഴത്തെ ടേബിളിൽ. ദെൻ സം ആസിഡ്സ് ആൻഡ് ദ യൂസസ് ആർ ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ ബിലോ. കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ കുറച്ച് ആസിഡ്സും അവയുടെ യൂസസും തന്നിട്ടുണ്ട്. അതിൽ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ആസിഡ് ആൻഡ് ദെൻ ദെയർ യൂസസ്. ആസിറ്റിക് ആസിഡിൻ്റെ യൂസസ് എന്താണ്? ഫോർ കുക്കിംഗ്, കുക്ക് ചെയ്യാനും. പിക്കിൾ മേക്കിംഗ്, ദെൻ ഫുഡ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ദെൻ ഫുഡ് പ്രിസർവേഷൻ, കേടുകൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡ് വൺ, ഫോമിക് ആസിഡ് ഈസ് യൂസ് ഫോർ തിക്കനിങ് ലാറ്റക്സ്. ദെൻ ലാസ്റ്റ് വൺ, കാർബോണിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ. ദെൻ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ്. സിട്രിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഡ്രിങ്ക്സ്. ദെൻ സൾഫ്യൂറിക് ആസിഡ് യൂസസ് എന്താണ്? ഇൻ മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. സൾഫ്യൂറിക് ആസിഡ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ബാറ്ററി, മോട്ടോർ വെഹിക്കിളിലെ ബാറ്ററീസിനും. പിന്നെ എന്താണ്? മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽ, പിന്നെ വളങ്ങൾ അല്ലേ, വളങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ്? സൾഫ്യൂറിക് ആസിഡ്. ദെൻ നൈട്രിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആസ് വെൽ. ദെൻ പെയിൻറ്റ്സ് ആൻഡ് ഡൈസ്. നൈട്രിക് ആസിഡും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ പെയിൻറ്റും ഡൈസൊക്കെ യൂസ് ചെയ്യാൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്. ദെൻ
നമ്മൾ ആസിഡ്സിൻ്റെ യൂസ് പഠിച്ചു. ഇനി യൂസസ് ഓഫ് ബേസസ്. ബേസ് ദെൻ ദർ യൂസസ്. ബേസ് ആണേ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് uses glass manufacturing, then to reduce the acidity of soil. ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യാനും ഗ്ലാസ് ഉണ്ടാക്കാനും സോയിൽ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനുമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തിനാണ്? ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺസ്. സോപ്പ് ഉണ്ടാക്കാനും പേപ്പർ ഉണ്ടാക്കാനും റയോൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോത്ത് മെറ്റീരിയൽ, ഒരു മെറ്റീരിയലാണ്. ഇതെല്ലാം ഉണ്ടാക്കാനാണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. ദെൻ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ്ഡ് ഇൻ മെഡിസിൻ. നെക്സ്റ്റ്, അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. മുകളിലത്തെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ടേബിള്, ആ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ദ ബേസ് യൂസ് ടു മേക്ക് സോപ്പ്? ഏത് ബേസാണ് സോപ്പ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെൻ വിച്ച് ആർ ദ ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്? മെഡിസിൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. ദെൻ സോപ്പ് മേക്കിംഗ് ഈസ് വൺ ഓഫ് ദ യൂസസ് ഓഫ് ബേസസ്. ഷാൽ വി മേക്ക് സോപ്പ്? സോപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത് ഈ ബേസിൻ്റെ വൺ ഓഫ് ദ യൂസാണ്, ഒരു ഉപയോഗത്തിലുള്ളതാണ്. Then let's make the soap. Materials required to make 20 soaps. 20 സോപ്പ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ പറയുന്നത്. കോസ്റ്റിക് സോഡ 180 ഗ്രാം, കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം, വാട്ടർ 350 milliliter, sodium silicate 100 gram, stone powder 100 gram, color and perfume. These are the ingredients needed. Then method of preparation. ഉണ്ടാക്കുന്ന വിധം. Take water in a steel bowl and dissolve caustic soda in it. ഒരു സ്റ്റീൽ ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ട് കോസ്റ്റിക് സോഡ അതിൽ അലിയിക്കണം, ഡിസോൾവ് ചെയ്യണം. A large amount of heat is liberated when caustic soda dissolves in water. കോസ്റ്റിക് സോഡ വെള്ളത്തിൽ അലിയിക്കുമ്പോൾ ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പുറപ്പെടുവിക്കും, കുറച്ച് ചൂടായിരിക്കും എന്നാണ് പറയുന്നത്. Then after the solution cools down, slowly pour it in a flat vessel containing coconut oil. ആ ഒരു സൊല്യൂഷൻ, നമ്മൾ കോസ്റ്റിക് സോഡ സൊല്യൂഷനില്ലേ, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത കോസ്റ്റിക് സോഡ സൊല്യൂഷൻ, അത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് വെൻ ഇറ്റ് ഈസ് കൂൾ ഡൗൺ, ആ സൊല്യൂഷൻ ഒന്ന് തണുക്കുമ്പോൾ സ്ലോലി പോർ ഇറ്റ് ഇൻ എ ഫ്ലാറ്റ് വെസൽ, ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു പരന്ന പാത്രത്തിൽ അത് പതുക്കെ ഒഴിക്കണം. കണ്ടെയ്നിങ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച്, ഇതിൻ്റെയൊക്കെ വാട്ടറിൻ്റെ എത്ര അളവ് വേണമെന്നും കോക്കനട്ട് ഓയിലിൻ്റെ അളവ് എത്ര എന്നൊക്കെ മുകളിൽ ഇൻഗ്രീഡിയൻസിൽ തന്നിട്ടുണ്ട്, മെറ്റീരിയൽസിൽ. അപ്പോൾ ഒരു കോക്കനട്ട് ഓയിൽ അടങ്ങിയ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു വെസലിൽ ഈ സംഭവം ഒഴിക്കണം, സൊല്യൂഷൻ. സ്റ്റിർ ഇറ്റ് വെൽ വൈൽ പോറിങ്. നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കലക്കി കൊടുക്കണം. സ്റ്റിർ ഇറ്റ് വെൽ. ദെൻ ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ 1 by 1 ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ്. നമ്മളത് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ 1 by 1 ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സൊല്യൂഷനിൽ എന്തിനാണ്? ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ്. ഈ സൊല്യൂഷൻ്റെ കട്ടി കൂട്ടാനും പിന്നെ സോപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുവാനും വേണ്ടിയിട്ട് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. കളർ ആൻഡ് പെർഫ്യൂം ക്യാൻ ബി ആഡഡ് ടു ദ സോപ്പ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് ആൻഡ് ഫ്രേഗ്രൻറ്റ്. അപ്പോൾ കളർ എന്തിനാണ്? നല്ല നിറത്തിന് വേണ്ടിയിട്ടും കുറച്ചുകൂടെ അട്രാക്ഷൻ കിട്ടാനും പിന്നെ പെർഫ്യൂം. അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ കൂടുതൽ കളറിലും നിറവും കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവ് കളറും നല്ല മണവും കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും ആ സോപ്പ്. സ്റ്റിർ ദ മിക്സ്ചർ കണ്ടിന്യൂസ്ലി ടിൽ ഇറ്റ് ഗെറ്റ്സ് തിക്കൻഡ്. നല്ലതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇത് കട്ടിയാകുന്നത് വരെ.
എങ്ങനെയാണ് കട്ട് ചെയ്യാവുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നമ്മൾ ഒഴിക്കുന്നതേ നമ്മൾ ഇൻ്റർവെല്ലായിട്ട് ഇടുന്നതേ എന്തിനാണ് മിക്സ്ചർ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇടവിടാതെ ഇതുപോലെ നമ്മളിങ്ങനെ കലക്കിക്കൊണ്ടേയിരിക്കണം തിക്കനാവാൻ വേണ്ടി. പോർ ദ തിക്ക് മിക്സ്ചർ ഇൻ ടു ദ മോൾഡ്. അത്രയും കട്ടിയായ മിക്സ്ചർ ഏതിൽ ഒരു മോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഷേപ്പ്, ഒരു അച്ച്, മോൾഡ് എന്ന് വെച്ചാൽ അച്ച്, അതിലോട്ടിടണം. സോപ്പിൻ്റെ ഷേപ്പൊക്കെ ഉള്ള ഈ തിക്ക് സൊല്യൂഷൻ ഈ മോൾഡിൻ്റെ അകത്ത് ഒഴിക്കണം. ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ മീൻസ് കട്ട് ചെയ്തതിന് ശേഷം, സോളിഡ് ഫോമിലായതിനു ശേഷം, റിമൂവ് ദ സോപ്പ് ഫ്രം ദ മോൾഡ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ 2 weeks. അതായത് ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ കട്ട് ചെയ്തതിന് ശേഷം ഈ സോപ്പ് റിമൂവ് ചെയ്യുന്ന രീതി കാണിച്ചിട്ടില്ലേ, റിമൂവ് ചെയ്യണം. ഈ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് യൂസ് ചെയ്യാം. ഓക്കെ, പ്രിപ്പയർ സോപ്പ് ആസ് പാർട്ട് ഓഫ് സയൻസ് ക്ലബ് ആക്ടിവിറ്റീസ് ഇൻ യുവർ സ്കൂൾസ്. ആസ് പാർട്ട് ഓഫ് സയൻസ് ക്ലബ് ആക്ടിവിറ്റി ആയിട്ട് സ്കൂളിൽ സോപ്സൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ദെൻ ടേക്ക് കെയർ നോട്ട് ടു ടച്ച് ദ കോസ്റ്റിക് സോഡ ആൻഡ് സോപ്പ് മിക്സ്ചർ വിത്ത് യുവർ ഹാൻഡ്സ്. കോസ്റ്റിക് സോഡയും സോപ്പ് മിക്സ്ചറും കൈകൊണ്ട് തൊടാതെ സൂക്ഷിക്കണം. നെക്സ്റ്റ് പേജ്. Hope you all have textbooks with you. You can also make soap at home under the supervision of your parents. പാരൻസിൻ്റെ സൂപ്പർവിഷൻ അവരുടെ ഒരു നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാം. യു മേ യൂസ് പീസസ് ഓഫ് PVC പൈപ്സ് ഇൻസ്റ്റെഡ് ഓഫ് മോൾഡ് ഇല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ പീസസും ഉപയോഗിക്കാം. ടേമറിക്, നാച്ചുറൽ ഇൻഡിക്കേറ്റർ. നെക്സ്റ്റ് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് ടേമറിക്കിനെ കുറിച്ച് പഠിക്കാം. വി ഹാവ് ഐഡൻറ്റിഫൈഡ് ആസിഡ്സ് ബൈ യൂസിങ് പേപ്പർ റബ്ഡ് വിത്ത് ഹിബിസ്കസ് ഫ്ലവേഴ്സ് വിച്ച് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. അതായത് ആസിഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററിനെ ഉണ്ടാക്കിയിട്ട് അല്ലേ, ഹിബിസ്കസ് ഫ്ലവറിന് പേപ്പറിൻ്റെ ബോത്ത് സൈഡ്സിൽ റബ്ബ് ചെയ്തിട്ട് പേപ്പർ സ്ട്രിപ്സ് ആക്കുന്നത്, ആ സംഭവം, അതിൽ നമ്മളൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. സിമിലർലി ഷാൽ വി ഫൈൻഡ് ആൻ ഇൻഡിക്കേറ്റർ ഫോർ ഐഡൻറ്റിഫൈങ് ബേസസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ നമുക്ക് കണ്ടുപിടിച്ചാലോ? ആഡ് ഈദർ സോപ്പ് സൊല്യൂഷൻ ഓർ ബേക്കിംഗ് പൗഡർ സൊല്യൂഷൻ ടു ദ ഫോളോയിങ് സബ്സ്റ്റൻസസ്. അതായത് താഴെ 2 സബ്സ്റ്റൻസസ്, പേപ്പർ റബ്ഡ് വിത്ത് ടേമറിക്, പിന്നെ ടേമറിക് വാട്ടർ. മഞ്ഞ കലക്കിയ വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞ തടവിയ പേപ്പറിലോ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ഈദർ സോപ്പിൻ്റെ സൊല്യൂഷനോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ സൊല്യൂഷനോ ഒഴിക്കണം. ഒബ്സർവ് ദ കളർ ചേഞ്ച്. എന്നിട്ട് കളർ ചേഞ്ച് നോക്കുക. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ടേമറിക് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ബേസസ്? ഇപ്പം മനസ്സിലായില്ലേ ടേമറിക് എന്ന് പറയുന്നത് ബേസസിൻ്റെ ഇൻഡിക്കേറ്റർ ആണെന്ന്. ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് യൂസ് ഓഫ് കളേർഡ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ടു ഐഡൻറ്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ്? അതായത് പ്ലാന്റ്സിൻ്റെ കളേർഡ് പാർട്സ് അതുപയോഗിച്ച് നമുക്ക് അതും ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. വിച്ച് ആർ ദ കളേർഡ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് യു നോ? പ്ലാന്റ്സിൻ്റെ ഏതൊക്കെ കളേർഡ് പാർട്സിനെ നിങ്ങൾക്കറിയാം? റെഡ് സ്പിനച്ച്, ബ്ലൂ കളേർഡ് ക്ലൈറ്റോറിയ, അതായത് ശംഖുപുഷ്പം, റെഡ് ക്യാബേജ്, ദെൻ ബീട്രൂട്ട്. ഇവയെല്ലാം കളേർഡ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ദെൻ പ്രിപ്പയർ ഈദർ പേപ്പർ സ്ട്രിപ്സ് റബ്ഡ് വിത്ത് ഈച്ച് ഓഫ് ദ എബവ് വെജിറ്റബിൾസ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം വെച്ച് നമ്മൾ പേപ്പറിൻ്റെ 2 സൈഡ്സും നമ്മൾ റബ്ബ് ചെയ്തോളണം. ദ ജ്യൂസസ് ഓർ ദ കളേർഡ് ലിക്വിഡ്സ് ഒബ്റ്റെയിൻഡ് ബൈ ബോയിലിംഗ് ദം ഇൻ വാട്ടർ. അതായത് എങ്ങനെയാണ് റബ്ബ് ചെയ്യേണ്ടത്? അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളേർഡ് ലിക്വിഡ് അല്ലേ, അത് എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? നല്ലതായിട്ട് തിളപ്പിക്കണം. വെള്ളം തിളപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരുന്നത്, ആ കളേർഡ് വാട്ടർ. അപ്പോൾ അതിനാണ് നമ്മൾ പേപ്പറിൻ്റെ 2 സൈഡിൽ റബ്ബ് ചെയ്ത് കൊടുക്കേണ്ടത്. ടെസ്റ്റ് ദം വിത്ത് ദ ആസിഡ്സ് അവൈലബിൾ അറ്റ് ഹോം. ഉള്ള ആസിഡ്സ് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആസിഡ്സ് ഏതൊക്കെയാണ്? വിനീഗർ ഉണ്ടാവും, പിന്നെ കേർഡ് ഉണ്ടാകും അല്ലേ,
അതുപോലത്തെ ആസിഡ്സൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. റിപ്പീറ്റ് എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ബേസിസ് ഓൾസോ അവൈലബിൾ അറ്റ് ഹോം. വീട്ടിൽ കാണപ്പെടുന്ന ബേസിസിനെ വെച്ചും നമുക്ക് ഈ ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻസ്. പാർട്ട് ഓഫ് പ്ലാന്റ്, താഴെ ടേബിൾ തന്നിട്ടില്ലേ? പാർട്ട് ഓഫ് പ്ലാന്റ്, നാച്ചുറൽ കളർ, കളർ ഇൻ ആസിഡ്, കളർ ഇൻ ബേസ്. അപ്പോൾ പാർട്സ് ഓഫ് പ്ലാന്റ് ഏതൊക്കെയാണ്? ക്ലെക്ടോറിയ, ടേമറിക്, ബീട്രൂട്ട്, പതിമുഖം. ഇതിൻ്റെ നാച്ചുറൽ കളർ ഏതൊക്കെയാണ്? ഈ ക്ലെക്ടോറിയയ്ക്ക് ബ്ലൂ കളറാണ് നാച്ചുറലി, ടേമറിക്കിന് യെല്ലോ കളറാണ്, ബീട്രൂട്ടിന് ഡാർക്ക് പിങ്കും, പതിമുഖത്തിന് പെയിൽ യെല്ലോ. ദെൻ കളർ ഇൻ ആസിഡ്, ഇത് ആസിഡ് ഒഴിക്കുമ്പോൾ എന്താകും? പിങ്ക് കളറാവും. ക്ലെക്ടോറിയ പിങ്ക് കളറാവും. ബ്ലൂ കളർ ടേൺസ് ടു പിങ്ക്. ദെൻ ടേമറിക് കളർ യെല്ലോ ആണ്, അത് യെല്ലോ തന്നെ ആയിരിക്കും. ദെൻ വാട്ട്? ബീട്രൂട്ട് ഡാർക്ക് പിങ്ക് കളർ നാച്ചുറൽ, അത് ആസിഡിൽ ഒഴിക്കുമ്പോൾ എന്താവും? വയലറ്റ് ആകുന്നു. പതിമുഖം പെയിൽ പിങ്ക്, അത് യെല്ലോയിലോട്ട് ടേൺ ചെയ്യുന്നു. കളർ ഇൻ ബേസ് ഒഴിക്കുമ്പോൾ എന്തായിരിക്കും കളറ്? ക്ലെക്ടോറിയ വന്നിട്ട് ഗ്രീൻ ആകുന്നു. ടേമറിക്ക് ബേസിൽ ചേഞ്ച് ചെയ്യുന്നു, റെഡ് ആകുന്നു. ബീട്രൂട്ടിൽ ബേസ് ചേഞ്ച് ചെയ്യുന്നു, ഗ്രീനിഷ് യെല്ലോ. ദെൻ പതിമുഖം യെല്ലോയിൽ നിന്നും ആസിഡിലാകുമ്പോൾ യെല്ലോ, അപ്പോൾ പതിമുഖം ബേസിലാകുമ്പോഴോ പിങ്ക് കളർ. ഓക്കെ, ദാറ്റ്സ് ദ എൻഡ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസിസ് ആൻഡ് ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് ദ ആക്ടിവിറ്റീസ് വെരി സൂൺ. ഇതുവരെ എൻ്റെ ക്ലാസ്സസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.